ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ നിർണായക അറസ്റ്റുകൾക്കൊരുങ്ങി ഇഡി. കേസിലെ മുഖ്യകണ്ണികളെ അറസ്റ്റ് ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ അറസ്റ്റിനാണ് സാധ്യത. ആദ്യ അറസ്റ്റിന് ശേഷം 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി, നടൻ ജയറാം എന്നിവർക്ക് അടുത്ത ആഴ്ച ഹാജരാകാനാണ് സമൻസ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്തായാലും അന്വേഷണം SITയുടെ അന്വേഷണം ഒരു വഴിക്ക് നീങ്ങുന്നു. ഇഡിയുടെ അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ SITയുടെ അന്വേഷണം ഇങ്ങനെ ആമ ഇഴയും പോലെ പിന്നിൽ ആരൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷെ മറുവശത്ത് ഇഡി കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള അന്വേഷണത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ നടപടിക്രമങ്ങൾ, കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ് രേഷ്മ ബാബു? വിനോദ്, ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ SITയുടെ അന്വേഷണമൊക്കെ മന്ദഗതിയിലാണെങ്കിലും ഇഡിയുടെ അന്വേഷണം ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ഇഡി തുടർച്ചയായിട്ട് മുഖ്യപ്രതികളുടെയൊക്കെ തന്നെ സാമ്പത്തിക ഇടപാടുകളും ക്രയവിക്രയങ്ങളും പരിശോധിച്ച് ചില തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യപ്രതികളിൽ ഒരാളായിട്ടുള്ള മുരാരി ബാബുവിനെ നേരത്തെ ഒരു തവണ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. രണ്ടാമതൊരിക്കൽ കൂടി ഈ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ വിളിച്ചു വരുത്തും. സമൻസ് നൽകി തന്നെ വിളിച്ചു വരുത്തും. അതിനുശേഷം അറസ്റ്റിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്കും നടപടിയിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇരുവർക്കുമെതിരെ ശക്തമായിട്ടുള്ള ചില തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ക്രോഡീകരിച്ച് അത് വിലയിരുത്തലുകൾക്ക് ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. സാധാരണ രീതിയിൽ ഒരു പോലീസ് കേസിന്റെ അന്വേഷണം പോലെയല്ല ഇഡിയുടെ അന്വേഷണം മുന്നോട്ട് നീങ്ങുക. പ്രധാന ഘട്ടത്തിൽ ചോദ്യം ചെയ്ത് വിവരങ്ങളൊക്കെ ശേഖരിച്ച് തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചതിന് ശേഷം പ്രധാന ഘട്ടത്തിൽ മാത്രമാണ് ഇഡി അറസ്റ്റിലേക്ക് കടക്കുക. അതുകൊണ്ട് തന്നെയാണ് മുരാരി ബാബുവിനെ ആദ്യഘട്ടത്തിൽ ഒരു തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുള്ളത്. രണ്ടാമത് ഹാജരാകാനായിട്ടുള്ള നിർദ്ദേശം ഉടൻ തന്നെ സമൻസ് ആയിട്ട് നൽകുക തന്നെ ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും നടൻ ജയറാമിനും അടുത്ത ആഴ്ച സമൻസ് നൽകി അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു നടപടിയിലേക്കാണ് പോവുക. അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നത്. പ്രധാനമായിട്ടും ഈ സാധാരണ പോലീസ് കേസുകളിൽ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്ത പക്ഷം സ്വാഭാവിക ജാമ്യത്തിന് പ്രതികൾക്കൊക്കെ തന്നെ അർഹതയുണ്ട്. പക്ഷേ ഇഡിയുടെ കേസിൽ വരുമ്പോൾ 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം സ്വാഭാവിക ജാമ്യം നേടിക്കൊണ്ട് ഈ എല്ലാ പ്രതികൾക്കും പുറത്തിറങ്ങാൻ സാധിക്കും. പോലീസ് കേസുകളിൽ നിരവധി പേര്, അതായത് എല്ലാ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ തന്നെ നീങ്ങാറുണ്ട്. പക്ഷേ ഇഡി കേസിൽ അങ്ങനെയല്ല. ഈ ചോദ്യം ചെയ്ത് അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ കേന്ദ്രീകരിച്ച് അറസ്റ്റിലേക്ക് നീങ്ങാനായിട്ടുള്ള ഒരു നടപടിയായിരിക്കും ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. എന്തായാലും ആദ്യഘട്ടത്തിൽ മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇരുവരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ചോദ്യം ചെയ്യലിലേക്ക്, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കായിരിക്കും ഇഡി കടക്കുക. രണ്ടാമത്തെ ഘട്ടത്തിലായിരിക്കും ദേവസ്വം ബോർഡ് ഭാരവാഹികളെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുക. SITയുടെ പ്രതിപട്ടികയിൽ 13-ലധികം പേരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇഡിയുടെ പ്രതിപട്ടിക വിപുലമാണ്. ഇഡി ചോദ്യം ചെയ്യാനിരിക്കുന്ന ആളുകളുടെ എണ്ണവും വളരെ കൂടുതലാണ്. 30-ലധികം പേരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു നടപടിയിലേക്ക് ഇഡി കടക്കുന്നുണ്ട്. ഇഡി സാമ്പത്തിക ക്രയവിക്രയങ്ങൾ മാത്രമല്ല, കള്ളപ്പണ ഇടപാട്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ശബരിമലയിൽ നിന്ന് സ്വർണം കവർന്നെടുത്ത് ആർജിച്ച സ്വത്തുവകൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി, ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഇഡി കടക്കുന്നുണ്ട്. അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ സംശയനിഴലിൽ തന്നെയാണ്. അജയ് തറയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊക്കെ ഒരുങ്ങുന്നുണ്ട്. പക്ഷേ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട അജയ് തറയിൽ ഉൾപ്പെടുന്ന ദേവസ്വം ബോർഡിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപവും ആരോപണവും ചില കണ്ടെത്തലുകൾ ദേവസ്വം വിജിലൻസ് തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് അജയ് തറയിൽ ഉൾപ്പെടുന്ന ദേവസ്വം ബോർഡിനെതിരെ ശക്തമായിട്ടുള്ള ചില തെളിവുകൾ ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഡയറക്ടറോട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്താനൊക്കെ തന്നെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും CPM-ന്റെ ദേവസ്വം ബോർഡിലിരുന്ന ഭാരവാഹികളാണെങ്കിലും കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡിലിരുന്ന ഭാരവാഹികളാണെങ്കിലും ഈ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി അവർക്ക് ബന്ധമുണ്ട്. അതിൽ യാതൊരു തരത്തിലും രണ്ട് മുന്നണികൾക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. എന്തായാലും SITയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനേക്കാൾ അതിവേഗത്തിൽ തന്നെയാണ് ഇഡിയുടെ അന്വേഷണം പോകുന്നത്. കൃഷ്ണരാജ്. അതെ, ഇഡിയുടെ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രേക്ഷകരിൽ ചിലർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. PRP കുറിപ്പ് പറയുന്നത് ക്ഷേത്രങ്ങളിലെ കൊള്ള തടയുന്നതിൽ കോടതികളും കാലങ്ങളായി പരാജയപ്പെടുന്നുണ്ട്. പല വിമർശനങ്ങളും കോടതി ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ശക്തമായ വിധികൾ പുറപ്പെടുവിക്കാൻ
കോടതികൾ ആർജവം കാണിച്ചില്ല. പക്ഷേ നമ്മൾ ഇത് പറയുമ്പോഴും, കോടതിയുടെ കാര്യം ഇങ്ങനെ പറയുമ്പോഴും, കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ശബരിമലയിലെ ഈ സംഭവം പുറത്തു വരുന്നത്. അല്ല എങ്കിൽ ഈ സ്വർണ്ണപ്പാളി കടത്തിയ വിഷയങ്ങളൊന്നും ഒരു കേസായോ ഒരു പരാതിയായി പോലുമോ വരും. SIT സംഘത്തിൽ തുടക്കത്തിലുണ്ടായിരുന്നവർ ആരൊക്കെയെന്ന് നമുക്കറിയാം. അതെ, രണ്ടുപേരെ കൂട്ടിച്ചേർത്തു, അത് പിന്നീട് വലിയ വിവാദമായി. അപ്പോൾ രേഷ്മ, ഇതിപ്പോൾ SIT വേഗം കുറഞ്ഞു പോകുന്നിടത്ത് ED സജീവമാവുകയാണ്. അതായത് പോറ്റി വളരെ സന്തോഷവാനായി കൈവീശിയൊക്കെ കാണിച്ച് കുടുംബസമേതം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കാറിൽ കയറി പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ED പിടിവിടുന്നില്ല. അപ്പോൾ കൃത്യമായ ഒരു അന്വേഷണം നമുക്ക് പ്രതീക്ഷിക്കാം എന്നല്ലേ? അതെ കൃഷ്ണരാജ്, ഇഡിയുടെ അന്വേഷണം ശക്തവും കാര്യക്ഷമവുമാണ്. കാരണം SITക്ക് 90 ദിവസത്തിനുള്ളിൽ ഒരു ഇടക്കാല കുറ്റപത്രം പോലും ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ആ കേസിൽ സമർപ്പിക്കാൻ സാധിച്ചില്ല. അങ്ങനെ സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ സ്വാഭാവിക ജാമ്യം നേടി ഈ മുഖ്യപ്രതികൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം തടയാമായിരുന്നു, അത് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അത്തരമൊരു നീക്കത്തിലേക്കോ നടപടിയിലേക്കോ എന്തുകൊണ്ടാണ് SIT സംഘം കടക്കാതിരുന്നുള്ള ഒരു ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭ്യമല്ല. പക്ഷേ ഇഡിയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. ED ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. അതായത് ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ ബിനാമി ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ സ്വർണം കവർന്നെടുത്ത് അല്ലെങ്കിൽ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ആർജിച്ചെടുത്ത സ്വത്തുവകകൾ അത് ബിനാമി പേരുകളിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അത് കേരളത്തിൽ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിലേക്കും ആ ബിനാമി ഭൂമി നിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് EDയുടെ കണ്ടെത്തൽ. എന്തായാലും SITയുടെ സംഘം അവരുടെ അന്വേഷണം മന്ദഗതിയിൽ മുന്നോട്ട് പോകുന്ന SITക്ക് വലിയ രീതിയിലുള്ള ഒരു SITയുടെ മേൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇതുവരെ ഉയർന്നു വന്ന ആക്ഷേപം. പക്ഷേ കേന്ദ്ര ഏജൻസിയുടെ മേൽ യാതൊരുവിധ സ്വാധീനത്തിനും വലിയ ശക്തിയില്ല. കാരണം കേന്ദ്ര ഏജൻസി നിഷ്പക്ഷമായിട്ടും സ്വതന്ത്രമായിട്ടുമാണ് ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും EDയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് മുഖ്യപ്രതികൾക്ക് മാത്രമല്ല, ഈ ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്കുൾപ്പെടെ ആ കാലഘട്ടത്തിൽ ഈ സ്വർണ്ണക്കവർച്ചയുമായി അതിൽ പങ്കാളിത്തം വഹിച്ച ദേവസ്വം ബോർഡ് ഭാരവാഹികളും പേടിച്ചിരിക്കേണ്ടി വരും. കാരണം അവരെയും ചോദ്യം ചെയ്തതിനു ശേഷം ആവശ്യമെങ്കിൽ തെളിവുകൾ അവർക്ക് എതിരാണെങ്കിൽ സ്വാഭാവികമായിട്ടും അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഘട്ടത്തിലേക്ക് ED കടക്കും. കൃഷ്ണരാജ്, ശരി, ഏതായാലും ED പിടിമുറുക്കുകയാണ്. അപ്പോൾ ED കൂട്ടിലേക്ക് പലരും എത്തിപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ പിടിച്ചകത്തിടും എന്ന് കരുതാം. വിവരങ്ങൾ നൽകിയായിരുന്നു രേഷ്മ ബാബു.